അവർ ടി വി 24/7 വാർത്താ അവലോകനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡ് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് നടത്താൻ കഴിയാതെ പോയതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് തന്നെ വാർത്താ അവലോകനത്തിൽ നമ്മുടെ അനുശോചനം വേൾഡ് ലോസസ് മാൻ ഓഫ് പീസ്, ലോക സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായ പോപ്പ് ഫ്രാൻസിസ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ അവലോകനം തുടങ്ങാം. ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി, സുപ്രീം കൗൺസിൽ മെമ്പർ ആൻഡ് റൂളർ ഓഫ് ഷാർജ യുടെ ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് ഈ വാർത്താ അവലോകനം തുടങ്ങാം. ഹിസ് ഹൈനസ് ഒരു ലോകത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ട് ഷാർജ റൂളർ ഓപ്പൺസ് പ്രോഫിറ്റ്സ് നൈബേഴ്സ് എൻഡോമെൻ്റ് പ്രോജക്ട്സ്, അതായത് ഓർഫൻ ആയ കുട്ടികൾക്ക് സഹായവും അവർക്കുമുള്ള മറ്റു എല്ലാ സൗകര്യങ്ങളും നൽകുന്നതിന് വേണ്ടി ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി തുടങ്ങിയ ഒരു പുതിയ പ്രോജക്റ്റാണ് എൻഡോമെൻ്റ് പ്രോജക്ട്സ്. അതിലേക്ക് തന്നെയുള്ള അതിൻ്റെ ആദ്യമായിട്ടുള്ള അതിൻ്റെ തുടക്കത്തിനുള്ള അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹിസ് ഹൈനസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇനി മറ്റ് പല അസോസിയേറ്റ്സുകളും ചേർന്നുകൊണ്ട് ഒരു UAE തന്നെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായ അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഹിസ് ഹൈനസ് ഒരു വളരെ പ്രശസ്തമായ ഒരു കോട്ടിങ് കൂടി ഈ പത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹി ആൾസോ കോൾഡ് ഫോർ ഗ്രേറ്റർ എൻവയറമെൻ്റൽ അവയർനെസ്. നമ്മുടെ ഒരു എൻവയറമെൻറ്റിനെ കുറിച്ച് ഒരു വലിയൊരു അവയർനെസ് ക്യാമ്പയിനും കൂടി ഈ ഒരു അവസരത്തിൽ ഹിസ് ഹൈനസ് ഈ പത്രത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പർട്ടിക്കുലർലി ദ പ്ലാന്റിംഗ് ഓഫ് ട്രീസ്. എ ട്രീ ഈസ് ലൈക്ക് എ മദർ who nurtures her children. The tree gives us life. We ask each of you to plant and care for a tree. Be a friend to the tree. മഹത്തായ ഈ ഒരു സന്ദേശം, ട്രീയെ സംരക്ഷിക്കുക, വൃക്ഷങ്ങളുടെ ഒരു നല്ല സുഹൃത്തായി നമ്മളെല്ലാം മാറുക എന്ന മഹത്തായ ഈ സന്ദേശം എല്ലാ മലയാളികളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെയും നമ്മുടെ ജന്മനാടിലും ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ട്രീയെ സ്നേഹിക്കുവാനും അതിനെ ബഹുമാനിക്കുവാനും ആ ട്രീയെ ഒരു മദറിനെ പോലെ, ഒരു മദർ കുട്ടിയെ എങ്ങനെയാണോ പരിപാലിപ്പിക്കുന്നത് ആ ഒരു രീതിയിൽ വൃക്ഷത്തെ കാണണം എന്ന ഹിസ് ഹൈനസിൻ്റെ ഈ മഹത്തായ വചനം, ഈ മഹത്തായ സന്ദേശം ഞങ്ങൾക്കെല്ലാം ഒരു പ്രചോദനമായി തീരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്കും ഈ ഒരു സന്ദേശം പ്രചോദനമാകട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ കോട്ടിങ്ങിൻ്റെ അവസാനത്തെ ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദ ട്രീ ഗീവ്സ് അസ് ലൈഫ്. വി ആസ്ക് ഈച്ച് ഓഫ് യു ടു പ്ലാന്റ് ആൻഡ് കെയർ ഫോർ എ ട്രീ. ബി എ ഫ്രണ്ട് ടു ദ ട്രീ. ഓൾ ദ വിഷസ് ടു ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി. താങ്ക് യു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ദുബായ് ലോഞ്ചസ് സ്മാർട്ട് പാസ്പോർട്ട് കൺട്രോൾ സിസ്റ്റം അറ്റ് ടെർമിനൽ 3. ഒരുപാട് ഇന്നൊവേഷൻ ടെക്നോളജിയുടെയാണ് UAEയുടെ ഇമിഗ്രേഷൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കെല്ലാം അനുഭവമാണ്. നമ്മൾ ആദ്യം പാസ്പോർട്ടായിരുന്നു, അത് സ്റ്റാമ്പിംഗ് ആയിരുന്നു, പിന്നെ അത് ഒരു ബയോമെട്രിക് സിസ്റ്റത്തിൽ വന്നു, പിന്നെ അത് നാഷണൽ ID കാർഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇതിനെല്ലാത്തിനും ഉപരിയായി ഒരു ചെക്കിംഗ് സംവിധാനവും നമുക്ക് അനുഭവപ്പെടാതെ തന്നെ 14 സെക്കൻഡുകൾക്കുള്ളിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടുന്ന ഹൈലി ഇന്നൊവേറ്റീവായൊരു ടെക്നോളജിയാണ് ടെർമിനൽ 3യിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ലോകത്തുള്ള ടെക്നോളജി പരമായ ഇന്നൊവേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെടുന്ന ഈ ലോകത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും
അതുപോലെ തന്നെ ഈ അറിവുകൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കും. തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അതിൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ തന്നെ പോയാൽ തന്നെ ഒരുപക്ഷെ അതിൻ്റെ സാങ്കേതികമായ വിദ്യകൾ അതിൻ്റെ സാങ്കേതികമായ ടെക്നോളജിയൊക്കെ തന്നെ വളരെ ഈസിയായിട്ടൊന്ന് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഇറ്റ്സ് എ ഇൻ്റർനാഷണൽ ഹൈലി ഇന്നവേറ്റീവ് സിസ്റ്റമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ പാസഞ്ചേഴ്സ് നമ്മളൊക്കെ വരുമ്പോൾ ഒരുപാട് കോടിക്കണക്കിന് പാസഞ്ചേഴ്സ് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നൊരു എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ എയർപോർട്ടിൽ വന്നാൽ തന്നെയും ഒരു ഹാസൽ ഫ്രീയോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ഇന്നും ചെക്ക് ഔട്ടും ആകാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും ഇത്തരം ടെക്നോളജിയിലൂടെ ഒരു ലോകത്തിന് മാതൃകയാകുന്ന ദുബൈക്ക് എല്ലാവിധ ആശംസകളും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ദുബായ് പോലീസിൻ്റെ ഒരു വാർത്തയാണ്. എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് അവയർനെസ് ഹെൽപ്പ് മേക്ക് ദുബായ്സ് റോഡ് സേഫർ. ആദ്യകാലങ്ങളിലെല്ലാം വളരെ ഫ്ലെക്സിബിളായിരുന്നു UAE ട്രാഫിക് റൂൾ എങ്കിൽ ഇന്ന് ദുബായ് ട്രാഫിക് റൂള് ഒരു എൻഫോഴ്സ്മെൻറ്റ് ലായിലൂടെ മാറിയിരിക്കുകയാണ്. നമ്മൾ പല കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ദുബായിയുടെ എല്ലാ റോഡുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിലൂടെയാണ് ഇപ്പോൾ മോണിറ്റർ ചെയ്യുകയും വയലേഷൻസ് ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്നവർ വളരെ കെയർഫുള്ളായിരിക്കണം. ഈച്ച് ആൻഡ് എവ്രി മൂമെൻറ്റ് ഈസ് ട്രാക്കിംഗ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ അമിതമായ സ്പീഡ് ഒഴിവാക്കുക, അനാവശ്യമായ ലൈൻ സ്പേസ് റോഡ് ക്രോസിങ്ങുകൾ ഒഴിവാക്കുക, ട്രാക്ക് ചേഞ്ച് അനാവശ്യമായ അല്ലെങ്കിൽ അശ്രദ്ധമായ ഈ ട്രാക്ക് ചേഞ്ചസുകൾ ഒഴിവാക്കുക, മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് ചെയ്യുക. അതുപോലെ തന്നെ അറ്റ് എനി കോസ്റ്റ്, അറ്റ് എനി റീസൺസ്, അറ്റ് എനി വേഴ്സ് സിനാറിയോ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയുള്ള ശക്തമായ ട്രാഫിക് വയലേഷൻസുകളൊക്കെ തന്നെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ലോയിലൂടെയാണ് ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നത്. അതിനുള്ള ഫൈൻസ് വളരെ കൂടുതലാണ്, അതിൻ്റെ ബ്ലാക്ക് പോയിൻറ്റ്സുകൾ വളരെ കൂടുതലാണ്, ഫൈൻ എമൗണ്ട്സുകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രേക്ഷകരും ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു വാർത്ത അറിയിക്കുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മുടെ ഒരു മാപ്പിംഗ് ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വളരെ സേഫ് ആൻഡ് സെക്യൂറായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. മറ്റു സാങ്കേതികമായ പ്രശ്നങ്ങൾ മറ്റു വേറെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് വണ്ടി ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വാർത്ത എന്നത് മെട്രോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ജിജിക്കോ മെട്രോ സ്റ്റേഷൻ ടു ബി കോൾഡ് അൽ ഗാർഹൂദ് എന്ന് മാറ്റിയിട്ടുണ്ട്. പലപ്പോഴും ജിജിക്കോ എന്ന് പറയുമ്പോഴും എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു മെട്രോ സ്റ്റേഷനാണ്. ദുബായ് ടെർമിനൽ 1 എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷനാണ്. നമ്മുടെ സിറ്റി സെൻറ്റർ കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേഷനാണ്. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ, നമ്മുടെ കുട്ടികളൊക്കെ ഈ സ്കൂളുകളിലൊക്കെ പോകാൻ പലപ്പോഴും ഈ ഒരു റെഡ് ചാനൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്നുണ്ടായ ചേഞ്ചസിൽ കുട്ടികൾക്ക് അറിയാതെ വരുമ്പോൾ ചിലപ്പോൾ അവർ കൺഫ്യൂഷൻ ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജിജിക്കോ മെട്രോ സ്റ്റേഷൻ്റെ പേര് മാറ്റി അൽ ഗാർഹൂദ് എന്ന് ആക്കിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ കുട്ടികൾക്ക് കൂടി ഈ ഒരു വാർത്ത അറിയിക്കുക. അവർ യാത്ര ചെയ്യുമ്പോൾ ഇനി അൽ ഗാർഹൂദ് ആയിരിക്കും ജിജിക്കോ മെട്രോ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്നത് ദുബായ് എയർപോർട്ടുമായി UAE ഫ്ലയേഴ്സ് വോണ്ട് മോർ സ്ലീപ്പിംഗ് പോർട്സ് സ്പാസ് ഇൻ എയർപോർട്ട് ലോഞ്ചസ്. അത് UAE എയർപോർട്ടുകളിലൊക്കെ തന്നെ ഈ പാസഞ്ചേഴ്സുകൾ ഒരുപാട് വന്നു പോകുന്നത് കൊണ്ടും പ്രത്യേകിച്ചും നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ട്രാൻസ്ഷിപ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ UAE ആണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള അത് ദുബായ്, എമിറേറ്റ്സും എത്തിഹാദുമാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പാസഞ്ചേഴ്സ് ട്രാൻസ്ഷിപ്മെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എത്തുന്ന പാസഞ്ചേഴ്സുകൾക്ക് ദുബായ് എയർപോർട്ടിൽ എത്തിയോ അല്ലെങ്കിൽ അബുദാബി എയർപോർട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ കംഫർട്ടബിളായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ വെൽനസ് അറേഞ്ച്മെൻറ്റ്സുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് സ്ലീപ്പിംഗ് പോഡ്സുകളാണ്. പലപ്പോഴും 1, 7, 5, 6 മണിക്കൂർ കഴിഞ്ഞൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അടുത്ത അവരുടെ ഒരു ഫ്ലൈയിങ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ ഇൻ ബിറ്റ്വീൻ ആ ഒരു സമയത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഹോട്ടലൊന്നും എടുക്കാതെ തന്നെ നമുക്കൊരു ഇൻഡിവിജ്വലായിട്ട് ഇരുന്ന് റിലാക്സ് ആയിട്ട് ഉറങ്ങാനുള്ള സ്ലീപ്പിംഗ് പോഡ്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ടുള്ള ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സുകൾ എല്ലാ എയർപോർട്ടിലും ചെയ്തിട്ടുണ്ട്.
അതിലുപരി സ്പാസ്, ഇപ്പം നമ്മളൊരു യാത്രയൊക്കെ ചെയ്ത് പറയുമ്പോൾ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു അവർ സ്പാ സർവീസ് ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് അനവധി ഇൻ്റഗ്രേഷൻ ടെക്നോളജി, അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് വൈഫൈ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസുകൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരു 5 സ്റ്റാർ ഫെസിലിറ്റീസാണ് ഇപ്പം എല്ലാ UAE എയർപോർട്ടുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് എല്ലാവരും അറിഞ്ഞിരിക്കുക. നമ്മൾ ഏതെങ്കിലും കാരണവശാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൗകര്യം നമുക്ക് വളരെ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു എയർപോർട്ടുകളിലൊക്കെ തന്നെ ഒരു 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഈ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ UAE എയർപോർട്ട്സുകളൊക്കെ തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ബിയോണ്ട് ദ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. മറ്റൊരു നല്ലൊരു അവയർനെസ് വാർത്തയാണ്. റെസിഡൻസ് അർജ്ഡ് ടു ടേക്ക് ഡാർക്ക് സ്കൈ വീക്ക് പ്ലഡ്ജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വാർത്തയാണ്. അതായത് ലൈറ്റ് പൊല്യൂഷൻ നമ്മൾ ഒരിക്കലും കെയർ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ വളരെ ഇമ്പോർട്ടൻസുകളൊന്നും കൊടുക്കാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ അവബോധമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് ലൈറ്റ് പൊല്യൂഷൻ. അപ്പം അമിതമായ ലൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ രാത്രിയുടെ ആ യാമങ്ങൾക്ക് കിട്ടേണ്ടതായ, അപ്പോൾ ഡാർക്കിന് കിട്ടേണ്ടതായ ആ ഒരു കംഫർട്ട് കിട്ടാതെ വരികയും ആ ഡാർക്ക് സമയത്ത് അമിതമായ ലൈറ്റുകൾ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുകയും അത് ഡാർക്ക്നെസ്സിൻ്റെ നമ്മുടെ ഒരു ഓർബിറ്റ്സുകളുടെ പ്രതികൂലമായി ബാധിക്കുകയും അത് എൻവയറൺമെൻറ്റ് ത്രെറ്റിലേക്കൊക്കെ തന്നെ വഴിവെക്കാവുന്നൊരു വളരെ ഗുരുതരമായൊരു കണ്ടെത്തലാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു വേൾഡ് ഡാർക്ക് സ്കൈ വീക്കിൻ്റെ ഭാഗമായിട്ട് UAEയും അതിൽ പങ്കുചേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് UAE നല്ലൊരു ഗൈഡ് ലൈൻസ് എല്ലാ റെസിഡൻസിനും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഡാർക്ക് സ്കൈ വീക്കിൽ നമ്മൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതൊരു വീക്കല്ല, ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് UK പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ UK പോകുന്നത്, 2 മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഞാൻ അവിടെ കണ്ട ഏറ്റവും വലിയൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നതും ഡാർക്ക് സ്കൈ തന്നെയാണ്. കാരണം ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാ സ്ട്രീറ്റുകളും സൈലൻ്റ് ആവും. എല്ലാ ഹോട്ടലുകളും, ഒരുവിധമുള്ള സ്ട്രീറ്റ് ബിസിനസ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് എല്ലാം, ഇൻക്ലൂഡിങ് നമ്മുടെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷൻസുകളാണ് UK-യിലുള്ളത്. ആ മെട്രോ സ്റ്റേഷനിലുള്ള എല്ലാ കടകൾ പോലും, നമുക്കൊരു പക്ഷേ വെള്ളം കുടിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടി പോകും മെട്രോ സ്റ്റേഷനുകൾ. അങ്ങനെ എല്ലാം അടച്ചൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്ട്രീറ്റുകളൊക്കെ തന്നെ നല്ല ഡാർക്കായി മാറും. അപ്പോഴാണ് ഞാൻ ഈ ഡാർക്ക്നെസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇന്ന് UAE അതിശക്തമായ, അല്ലെങ്കിൽ വളരെ വെരി കെയർഫുള്ളി, അല്ലെങ്കിൽ വെരി സ്ട്രോങ്ലി റെക്കമെൻഡ് ടു ബി എ പാർട്ട് ഓഫ് ഡാർക്ക് സ്കൈ വീക്ക് എന്നും അതിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ദുബായ് ഇപ്പോൾ എല്ലാ റെസിഡൻസിനും ഒരു ഗൈഡ് ലൈൻസ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക? യൂസ് ലൈറ്റ് ഓൺലി വെൻ നീഡഡ്. യൂസ് ലൈറ്റ് ഓൺലി വെൻ നീഡഡ്. അപ്പം നമ്മൾ പലപ്പോഴും ഒരു ലൈറ്റ്സ് എന്ന് പറയുന്ന ചില സമയത്ത് നമുക്കൊരു വീക്ക്നെസ് ആവാം. കാരണം ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നത് കാണാനും ആസ്വദിക്കാനും നല്ലതാണെങ്കിലും അത് നൈറ്റ് സമയത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന് അൺഹെൽത്തിയാണ്. ഒപ്പം തന്നെ നമ്മുടെ ബോഡിക്ക് അത് എഗെയിൻസ്റ്റാണ്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള വൺ ഓഫ് ദ റീസണായിട്ട് നമുക്ക് ഈ അനാവശ്യമായ ലൈറ്റിങ്സ് കാരണമാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ലൈറ്റ് ഉപയോഗിക്കുക, അല്ലാത്ത സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക. എത്ര സിമ്പിളാണ് ഈ ഒരു കാര്യം. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് കൊമേഴ്ഷ്യലി നമുക്ക് അനാവശ്യമായ ബില്ലിങ് മണിയും സേവ് ചെയ്യാൻ പറ്റും. കാരണം ദേവയ്ക്ക് നമ്മളിവിടുത്തെ ഇലക്ട്രിസിറ്റി വാട്ടർ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഉപയോഗിക്കാം. അപ്പോൾ വീട്ടിലായിരുന്നാലും ഹാളിലായിരുന്നാലും ടോയ്ലറ്റ്സിൽ, ഇങ്ങനെയുള്ള കോറിഡോഴ്സുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എവിടെയാണോ സ്പോട്ട് ചെയ്യിക്കുന്ന ആ സ്ഥലത്ത് ലൈറ്റ് ഉപയോഗിക്കുകയും മറ്റ് അനാവശ്യമായ ലൈറ്റുകൾ ഓഫ് ചെയ്ത് വയ്ക്കാനും ആദ്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഡിം ഓർ സ്വിച്ച് ഓഫ് അൺനെസസറി ഔട്ട്ഡോർ ലൈറ്റ്സ്. കണ്ടോ,
ഔട്ട്ഡോറിലൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെൻസർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ മാത്രം ലൈറ്റ് കത്തും, ഇല്ലെങ്കിൽ ലൈറ്റ് കത്തത്തില്ല. അത് ഒരു ഡിമ്മിങ് സിസ്റ്റം ഒന്നും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല. വളരെ തുച്ഛമായ വളരെ റീസണബിൾ കോസ്റ്റ് മാത്രമാണ് ഡിമ്മിങ് ലൈറ്റ് വയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഡിമ്മിങ് ലൈറ്റിലൂടെ നമുക്ക് ഈ ലൈറ്റ് കൺട്രോൾ ചെയ്യുകയും അതിലൂടെ നമുക്ക് ഡാർക്ക് സ്കൈയുടെ ഒരു ഭാഗമാകാൻ കഴിയും. മൂന്നാമത്തൊരു നിർദ്ദേശം എന്നത് യൂസ് മോഷൻ സെൻസേഴ്സ് ആൻഡ് വാമർ കൂളർ ലൈറ്റിംഗ് അറ്റ് ഹോം വെൻ പോസിബിൾ. ഞാൻ പറഞ്ഞ ഡിം ഓർ സ്വിച്ച് ലൈറ്റ് പോലെ തന്നെയാണ് അതിൽ കൂടെ ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞു. നമ്മുടെ ഈ സെൻസർ ലൈറ്റ്, മോഷൻ സെൻസർ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സ്കൈ വീക്കിലിൻ്റെ ഭാഗമാകാൻ പറ്റും. അനാവശ്യമായ സമയത്ത് ആ ഭാഗങ്ങളൊക്കെ തന്നെ ലൈറ്റ് ഇല്ലാതിരിക്കുകയും ഒരു ഡാർക്ക്നെസ്സിൻ്റെ ഭാഗമാവുകയും നമുക്ക് അതിൻ്റെ ഒരു ഡാർക്ക് സ്കൈയുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാകാൻ കഴിയും. അവസാനത്തെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് അതേഴ്സ് ആൻഡ് ഷെയർ വാട്ട് യു ലേൺ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇനി വളർത്തേണ്ടതായ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പഠിക്കുന്നു അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രാക്ടീസ് നമ്മുടെ മലയാളിക്ക് വളരെ കുറവാണ്. അത് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു പോസിറ്റീവ് ക്യാരക്ടറല്ല. നമ്മൾ എന്ത് പഠിക്കുന്നു, അത് ലൈറ്റിൻ്റെ കാര്യമായിക്കോട്ടെ, നമ്മുടെ ജനറൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ജീവിതത്തിൻ്റെ ഏത് വാക്ക് ഓഫ് ദ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗങ്ങളിലൂടെയാണെന്നാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈസ് എ ബ്ലെസ്ഡ് ആക്ടിവിറ്റീസാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ വാർത്ത കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഡാർക്ക് സ്കൈയുടെ ഈ മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം, അതിൻ്റെ ഭാഗമാകണം. അതുപോലെ തന്നെ നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് ഹാംസിനെ നമുക്കിൽ നിന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ബി എ പാർട്ട് ഓഫ് ഡാർക്ക് സ്കൈ വീക്ക് പ്ലച്ച്. താങ്ക് യു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്നത് ഹൗ ചിൽഡ്രൻ ക്യാൻ ഫ്ലൈ എലോൺ വിത്ത് എമിറേറ്റ്സ് ആൻഡ് ഇത്തിഹാദ്. വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഇൻഫർമേഷനാണ്. നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് എത്തിഹാദിലും എമിറേറ്റ്സിലും യാത്ര ചെയ്യാം. എല്ലാവിധ സൗകര്യങ്ങളും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും എമിറേറ്റ്സും എത്തിഹാദും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവരെ നമ്മുടെ ബോർഡ് ചെയ്യുന്ന ബോർഡിംഗ് പോയിൻ്റ്, അതായത് അവരുടെ ആ റിസപ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ ഗേറ്റിൻ്റെ എൻട്രൻസിൽ നിന്ന് അവരെ കോക്ക്പിറ്റ്, അവരുടെ ഫ്ലൈൻ്റെ ഓൺ ബോർഡ് ഫ്ലൈറ്റ്, അവരെ സീറ്റിങ്, അതിനുശേഷം അവരുടെ ഡിസംബാർക്കേഷൻ ആണെങ്കിൽ പോലും അതേപോലെ തന്നെ റിട്ടേൺ സ്ട്രാറ്റജി ആണെങ്കിൽ പോലും അതേപോലെ തന്നെ സുരക്ഷിതമായിട്ട് മാതാപിതാക്കളുടെ കൈകളിൽ നിന്ന് അവരെ എടുക്കുകയും അതുപോലെ തന്നെ അവരെ സുരക്ഷിതമായി മാതാപിതാക്കളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സർവീസ് എത്തിഹാദും എമിറേറ്റ്സും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ട്രാവൽ ഏജൻസികളോ അതിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ അതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ശേഖരിക്കാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും ദേ ആർ ടെല്ലിങ് അബൌട്ട് the unaccompanied minor service is available for children and aged between 5 and 11. 5 വയസ്സുള്ള കുട്ടികൾ മുതൽ എലോണായിട്ട് യാത്ര ചെയ്യാൻ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് എവിടെയെല്ലാം പോയാലും അവിടെ എല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്ക് 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന എത്ര മഹത്തായ ഒരു സേവനമാണ് എത്തിഹാദും എമിറേറ്റ്സും നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ എല്ലാം പാരൻസുകളൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് അവരുടെ മാതൃരാജ്യത്ത് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടി പോവേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ എലോണായിട്ട് ഇങ്ങനെ യു എയിൽ കുടുങ്ങുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴിനി അതിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. കുട്ടികൾക്ക് എപ്പോഴാണോ എവിടെയാണോ പോകേണ്ടത് നമുക്ക് വളരെ അനായാസമായിട്ടും വളരെ സുരക്ഷിതമായിട്ടും എമിറേറ്റ്സും എത്തിഹാദും അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന ഒരു ബൃഹത് സർവീസിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും എമിറേറ്റ്സിൻ്റെ എത്തിഹാദിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള അവരുടെ ട്രാവൽ ഏജൻസി പോയാലും ഇതിൻ്റെ സേവനം കിട്ടുന്നതാണ്. അതിൻ്റേതായ വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് മാത്രമാണ് അതിന് അവർ ചാർജ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ആവശ്യമുള്ളവർ ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. എമിറേറ്റ്സ് ടു ഹയർ 1500 പൈലറ്റ്സ് ആസ് ഗ്രോത്ത് പ്ലാൻസ് ടേക്ക് ഓഫ്. എമിറേറ്റ്സ് 1500-ൽ പരം പുതിയ പൈലറ്റ്സ്മാരെ റിക്രൂട്ട് ചെയ്യുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ് വാർത്ത.
ഈ വാർത്തയുടെ പ്രാധാന്യം എന്നത് നമ്മുടെ പ്രവാസികളായ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രി ഈസ് എ വെരി റാപ്പിഡ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി. അതിൽ തന്നെ ഏറ്റവും നല്ല ഉന്നതമായ ഒരു പദവിയാണ് പൈലറ്റ് ജോബ്. ഈ പൈലറ്റിൻ്റെ കോഴ്സ് ഇപ്പം നമ്മുടെ എല്ലാം കുട്ടികൾക്കുള്ള ഒരു 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 ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഒരു പ്രാക്ടീസ് നമ്മുടെ കുട്ടികളിലേക്കും കൂടി ട്രാൻസ്ഫോം ആയിരിക്കുകയാണ്. അതായത് കുട്ടികളെ എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ ആക്കുക എന്നത് ഉപരി മറ്റൊന്നിലേക്കും നമ്മുടെ മലയാളികളായ കുട്ടികൾ പലപ്പോഴും ഒരു 90%, 70 to 80, 90% കുട്ടികളും അവരെ എങ്ങനെ എഞ്ചിനീയർ ആക്കുക അല്ലെങ്കിൽ ഡോക്ടർ ആക്കുക എന്നുള്ളതാണ് പലപ്പോഴും എല്ലാ മാതാപിതാക്കളുടെ ലക്ഷ്യം. പക്ഷേ അതിൽ എല്ലാത്തിലും ഉപരിയായി ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കരിയർ ഓപ്പർച്യൂണിറ്റീസുകളാണ്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ ആ രീതിയിലേക്ക് അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കത്തക്ക നിലയിൽ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് എമിറേറ്റ്സിലാണ് 1500 വേക്കൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കാം. ഇന്ന് ഡൊമസ്റ്റിക് എയർലൈൻസ് എന്ന് പറയുന്നത് സെയിം ലൈക്ക് ട്രാൻസ്പോർട്ട് ഒരു ലാൻഡ് ട്രാൻസ്പോർട്ട് പോലെ തന്നെ ഏറ്റവും ബിസിയസ് ആയിട്ടുള്ള ഒരു എയർ സ്പേസ് ആണ് ഡൊമസ്റ്റിക് ഫ്ലൈയിങ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ആയിട്ട് ഓടുന്ന ഫ്ലൈറ്റ്സിലേക്ക് ആവശ്യമായിട്ടുള്ള പൈലറ്റ്സുകൾ ഇപ്പോഴും ആക്യൂട്ട് ഷോർട്ടേജാണ്. ഇന്ത്യയിൽ ഓടുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ ഭൂരിഭാഗവും പൈലറ്റ്സുകൾ ജോലി ചെയ്യുന്നത് വിദേശ രാജ്യത്തുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ വളരെ ഹൈ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് അവരെല്ലാം ഹയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിലൊക്കെ തന്നെ പൈലറ്റായിട്ട് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ വേൾഡ് വൈഡ് നമ്മൾ ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇന്ത്യൻ സെക്ടറും കൂടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഇനി വരും വർഷങ്ങളിൽ ഈ പൈലറ്റ് ഇൻഡസ്ട്രിയിലായിരുന്നാലും ഏവിയേഷൻ ഇൻഡസ്ട്രിയും കാത്തിരിക്കുന്നത്. ഈ ഒരു അവസരം നമുക്ക് കിട്ടത്തക്ക നിലയിൽ നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുകയും അവരെ ഇനി വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ നഷ്ടപ്പെടാതിരിക്കത്തക്ക നിലയിൽ അവരെ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകത്തക്ക നിലയിലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളിലും തിരഞ്ഞെടുത്ത് ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ പ്രയോജനപ്പെടുത്തണം. ഇനി വരും വർഷങ്ങളിൽ ഈ ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മുടെ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏവിയേഷൻ ഇൻഡസ്ട്രി ഈസ് ദ മോസ്റ്റ് അപ്കമിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ വേൾഡ് ഇൻ നിയർ ഫ്യൂച്ചർ. അവസാനമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അനാലിസിസ് എന്ന് പറയുന്നത് സ്ട്രെസ്ഡ് ഔട്ട്. നമുക്കെങ്ങനെ സ്ട്രെസ്സിനെ ഔട്ടാക്കാം? സ്ട്രെസ്സ് എന്ന് പറയുന്നത് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും പ്രവാസികളായ മലയാളികൾക്കും പ്രവാസികളായ എല്ലാവർക്കും വളരെയധികം വളരെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ്, സ്ട്രെസ്സ് നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ ഭാഗമാണ്, സ്ട്രെസ് നമ്മുടെ ഡേ ടു ഡേ റൊട്ടീൻ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാ മേഖലയിലും സ്ട്രെസ് ഒരു പ്രധാനപ്പെട്ട, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്സ് ഒരു ബീയിങ് എ പാർട്ട് ഓഫ് അവർ റൊട്ടീൻ ലൈഫ്. എങ്ങനെ ഈ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് മോചനം നേടാം എന്നുള്ളത് ഒരുപാട് ഫോർമുലകൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടെങ്കിലും നമുക്ക് സ്വയം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ്. നല്ല ഒരു 5 to 15 മിനിറ്റ്സ് ടൈം നമ്മൾ നല്ലൊരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു റെഗുലർ പ്രാക്ടീസായി നമ്മുടെ ജീവിതത്തിലേക്ക് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെസ് കംപ്ലീറ്റ്ലി ക്യാൻ ബി അവോയ്ഡഡ്. അപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ ആളുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെസ് ഗുളികകളുണ്ട്, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ടാബ്ലറ്റ്സുകളുണ്ട്, ചിലപ്പോൾ സൈക്കാട്രിക്സിൻ്റെ സഹായത്തോടു കൂടി സ്ട്രെസ്സിനെ നേരിടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒക്കെ ഒരുപാട് ഇപ്പോൾ ഗൈഡ് ലൈൻസുകൾ, കൗൺസിലിങ്ങുകൾ, ഇങ്ങനെയുള്ള പല മാർഗ്ഗങ്ങളും നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിലെല്ലാത്തിലുപരിയായി വളരെ ലളിതമായ രീതിയിൽ സ്ട്രെസ്സിനെ നേരിടാൻ പറ്റിയത്
നമ്മൾ ഒരു സിംപ്ലി ഡു ദ ബ്രീത്തിങ് എക്സസൈസ് എവറി ഡേ ഇൻ എ പെർട്ടിക്കുലർ ടൈം ആൻഡ് മെയിൻറ്റെയിൻ ദ സസ്റ്റൈനബിലിറ്റി, അതായത് അതിൻ്റെ കണ്ടിന്യൂബിലിറ്റി. ഇപ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരിക്കുക, പിന്നെ 5 ദിവസം അങ്ങനെയല്ല. നമ്മൾ ഇന്ന് രാവിലെ ഒരു 7 മണിക്കോ 9 മണിക്കോ ചെയ്യുന്ന ആ ടൈം ഫ്രെയിമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി അതിനായിട്ട് ആ ഒരു ഫ്ലോ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി വിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഒരു 5 to 15 മിനിറ്റ്സ് ടൈം നമ്മൾ അല്പം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന റിലാക്സേഷൻ ഇറ്റ് ക്യാൻ ബി എ വെരി നോ അതർ എക്സസൈസ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ബ്രീത്തിങ് എക്സസൈസ്. അത്രമാത്രം എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ്. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ക്യാൻ ബി അവോയ്ഡഡ് ദ സ്ട്രെസ് ത്രൂ ഔട്ട് അവർ ലൈഫ് ഇഫ് യു ഡു ദ കണ്ടിന്യൂസ് ബ്രീത്തിങ് എക്സസൈസ്. ആൻഡ് വി urge all the people to start the breathing exercise regularly and maintain it regularly and just take on 5 to 10 minutes time. That is enough to maintain the breathing exercise. ഇപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് എപ്പോഴും നല്ലൊരു എക്സസൈസാണ്. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ബിഗിനേഴ്സിനും ഒക്കെ ഉള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് യാതൊരുവിധ എക്സ്പെൻസും കൂടാതെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ എവ്രിബഡി സ്റ്റാർട്ട് ഡൂയിങ് ദ ബ്രീത്തിങ് എക്സസൈസ്. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ, മോഹൻലാൽ വീണ്ടും ഒരു വിശ്വരൂപമായി മലയാളികളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ആയിരുന്നു മോഹൻലാൽ ഈ അടുത്ത കാലത്തോട്ട് പോയിരുന്നത്. എമ്പുരാൻ എന്ന സിനിമയുടെ ആ ഒരു ഇമ്പാക്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ തുടരും എന്ന സിനിമയിലൂടെ മോഹൻലാൽ എന്ന ആ വിശ്വരൂപം മലയാളികളുടെ മുഴുവൻ ഹൃദയവും കീഴടക്കിയിരിക്കുകയാണ്. എമ്പുരാനിലൂടെ നമുക്ക് മോഹൻലാലിൻ്റെ ഒരു ആക്ഷൻ ഹീറോ കണ്ട് തൃപ്തി വരുന്നതിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം ലാളിത്യത്തോടു കൂടി കണ്ടിരുന്ന ആ മോഹൻലാലിൻ്റെ ആ രൂപം തുടരും സിനിമയിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ 2 ഭാവത്തിലൂടെയും മലയാളികളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും മോഹൻലാൽ ഒരു വിശ്വരൂപമായി മാറിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ഈ ഒരു വിജയത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ മോഹൻലാൽ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമെന്നത് തുടരും എന്ന സിനിമ സംവിധാനം ചെയ്ത തരുൺ മൂർത്തിക്കും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടിയായിരുന്ന ചിപ്പിയുടെ ഭർത്താവ് കൂടിയായ രഞ്ജിത്തും മോഹൻലാലും ചേർന്നൊരുക്കിയ ഒരു ചിത്രമാണ് തുടരും. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ശോഭന വീണ്ടും ഒരു തരംഗമായി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. ശോഭന മോഹൻലാൽ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം ഒരു വീക്ക്നെസ് ആയിരുന്നു, നമ്മുടെ ഒരു ആവേശമായിരുന്നു. ആ ആവേശം ഒരല്പം പോലും കുറയാതെ തന്നെ തുടരും സിനിമയിലൂടെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിലൂടെ ആ തുടരും സിനിമയുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, പ്രത്യേകിച്ചും അതിൻ്റെ സംവിധായകൻ തരുൺ മൂർത്തിക്കും രഞ്ജിത്തിനും ഒക്കെ അതിൻ്റെ മറ്റു എല്ലാ ക്രൂസിനും ഈ ഒരു അവസരത്തിൽ അവർ TV 24/7 എല്ലാ ആശംസകളും നേരുകയാണ്. ഇതോടെ ഇന്നത്തെ വാർത്താ അവലോകനം അവസാനിക്കുകയാണ്. വാർത്താ അവലോകനവുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.